മൈ ചാനൽ AG2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഉൽപ്പത്തിയെ പറ്റിയാണ്. സർവാഭിഷ്ട ഗുണദായക നാമജപമാണ് ലളിതാ സഹസ്രനാമം. 18 പുരാണങ്ങളിലൊന്നായ ബ്രഹ്മാണ്ഡ പുരാണം ഉത്തരാഖണ്ഡത്തിൽ ഹയഗ്രീവാഗസ്ത്യ സംവാദ രൂപത്തിലാണ് ലളിതാ സഹസ്രനാമത്തെ വിശദീകരിക്കുന്നത്. 3 അധ്യായങ്ങളിലായി അഗസ്ത്യമുനിയുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്ന മട്ടിലാണ് ലോകോപദേശകമായി ലളിതാ സഹസ്രനാമം വായനക്കാർക്ക് ലഭിക്കുന്നത്. ഹയഗ്രീവൻ എന്നത് വിഷ്ണു ഭഗവാൻ തന്നെ. കുതിരത്തല വിഷ്ണു ഭഗവാന് ലഭിച്ചതിനാലാണ് ഹയഗ്രീവൻ എന്ന പേര് വരുന്നത്. ദേവി ഭാഗവതത്തിലും ഹയഗ്രീവ കഥ പറയുന്നുണ്ട്. ഹയഗ്രീവൻ എന്ന ഒരു അസുരൻ മഹാഉപദ്രവകാരിയായിരുന്നു. തന്നെ പോലെയല്ലാത്ത ഒരാൾ കൊല്ലരുതെന്ന് വരവും വാങ്ങി അഹങ്കാരിയായി സകലരെയും ഉപദ്രവിച്ച് കഴിയുകയായിരുന്നു. ദേവി തന്നെയാണ് വിഷ്ണു ഭഗവാനെ ഹയഗ്രീവനാക്കാൻ അവസരമുണ്ടാക്കിയതും ഹയഗ്രീവൻ എന്ന അസുരനെ വിഷ്ണുവിനെ കൊണ്ട് വധിപ്പിക്കുന്നതും. ശക്തി സ്വരൂപിണിയും ജഗത് മാതാവുമായ ദേവിയെ വിഷ്ണു ഭഗവാൻ സ്തുതിക്കുന്നുണ്ട്. ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ മാത്രമേ ദേവി കഥയ്ക്ക് പൂർണ്ണതയുള്ളൂ. ലളിതാ സഹസ്രനാമം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന അഗസ്ത്യമുനിയുടെ അപേക്ഷ ഗുരുവായ ഹയഗ്രീവദേവൻ ഉൾക്കൊണ്ട് വിസ്തരിച്ച് വിശദീകരിക്കുന്നതാണ് ലളിതാ സഹസ്രനാമം. ദേവി പ്രീതിക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടതാണ് ലളിതാ സഹസ്രനാമം. ദേവിയായ ലളിതാംബിക ഒരിക്കൽ വൈശ്യനാദി വാഗ്ദേവിമാരെ വിളിച്ച് ഇങ്ങനെ അറിയിച്ചു: നിങ്ങൾക്ക് വാഗ്വൈഭവം നൽകി അനുഗ്രഹിച്ചത് ഞാനാണല്ലോ. ആ വാഗ്വൈഭവം എൻ്റെ ലളിതാ സഹസ്രനാമത്തിനായി നിങ്ങൾ ഉപയോഗിക്കുക. ദേവി കൽപ്പനയെ വൈശ്യനാദി ദേവതകൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് സിംഹാസനസ്ഥയായിരിക്കുന്ന ദേവിയെ സ്തുതിച്ച് ഭക്തിയോടെ ദേവസദസ്സിൽ സഹസ്രനാമം ജപിച്ചു. കോടിക്കോടി ബ്രഹ്മാക്കളും ബ്രാഹ്മണികളും ഗൗരിമാരും രുദ്രന്മാരും ദേവിയെ സേവിക്കാൻ എത്തിയവരുടെ സദസ്സിലെ ലളിതാ സഹസ്രനാമത്തിൽ ദേവി കൂടുതൽ സംപ്രീതിയായി. എൻ്റെ പ്രീതി ലഭിക്കണമെന്നുള്ളവർ നിത്യവും ജപിച്ച് അനുഗ്രഹം നേടുവിൻ എന്നരുൾ ചെയ്തു. നിത്യവും ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർക്ക് ദേവി ചോദിക്കുന്നതെന്തും നൽകുമെന്നാണ് ഈ നാമജപത്തിൻ്റെ ഗുണം. വിഷ്ണു ഹയഗ്രീവനായത് യാഗരക്ഷയ്ക്കായി. വളരെ കാലം ഉണർന്നിരുന്ന ഭഗവാൻ ക്ഷീണിതനായി ശാർങ്ങകം എന്ന ധനുസ് കുത്തിപ്പിടിച്ച് ഒരു അഗ്രത്തിൽ തലയും താഴ്ത്തി നിദ്രയിലാണ്ട സമയത്ത് ബ്രഹ്മരുദ്രാദികൾ വിഷ്ണു ഭഗവാനുമായി അത്യാവശ്യകാര്യം ചർച്ച ചെയ്യാനെത്തിയപ്പോൾ സദസ്സിൽ തലചായ്ച്ചുറങ്ങുന്ന വിഷ്ണു ഭഗവാനെയാണ് കണ്ടത്. ഭഗവാനെ ഉണർത്തുവാൻ കഴിയാതെ അവർ ചിതൽ ഉറുമ്പുകളെ അഭയം പ്രാപിച്ചു. ഉറുമ്പുകൾ ദേവനിർദ്ദേശമനുസരിച്ച് ഞാൻ കടിച്ചു മുറിച്ചു. പെട്ടെന്ന് നിവർന്ന് വില്ല് ഭഗവാന്റെ ശിരസിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി ദൂരെ തെറിപ്പിച്ചു കളഞ്ഞു. ദേവന്മാർ എത്ര തിരഞ്ഞിട്ടും ശിരസ് ലഭിച്ചില്ല. ഒടുവിൽ ദേവന്മാർ മഹാത്രിപുരസുന്ദരിയെ ദേവിയെ സ്തോത്രങ്ങളാൽ പ്രകീർത്തിച്ച് പ്രത്യക്ഷപ്പെടുത്തി കാര്യമുണർത്തിച്ചു. മഹാദേവി തന്നെ അശ്വത്തിൻ്റെ ശിരസ് കൊണ്ടുവന്ന് വിഷ്ണുവിൽ ഘടിപ്പിക്കാൻ ഉപദേശിച്ചു. അങ്ങനെ ദേവിയുടെ പ്രത്യേക അനുഗ്രഹത്തിന് പാത്രമായ ഹയഗ്രീവന് ജഗത് മാതാവ് സകല ഗൂഢവിദ്യകളും ഉപദേശിച്ച് അനുഗ്രഹിച്ചു. അസുരനായ ഹയഗ്രീവനെ വിഷ്ണു ഭഗവാനായ ഹയഗ്രീവൻ തന്നെ വധിക്കുകയും ചെയ്തു. ദേവി സകല ലോകങ്ങളെയും അതിക്രമിച്ച് വിഹരിക്കുന്നതിനാൽ ലളിതയെന്നും അറിയപ്പെടുന്നു. ലളിതയായതിനാൽ ജപിക്കുന്ന സ്തുതി ലളിതാ സഹസ്രനാമമായി പ്രകീർത്തിക്കപ്പെടുന്നു.